അവൻ നമ്മെ ഭാവികളും ദോഷങ്ങളുമായ നമ്മുടെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരിമത്തിൽ ആശ്രയിക്കുകയും ആ ഉമ്മത്തികളാവാനുള്ള അഭിമാന ബോധവും പ്രദാനം ചെയ്യുകയും ചെയ്തു. ഇസ്ലാമിന്റെ അഞ്ചാമത്തെ റുക്നാവുന്ന ഹജ്ജ് നമ്മൾ ചെയ്യാനുള്ളതായ ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിരുന്നുകാരനായി അവന്റെ വീട്ടിലേക്ക് വിളിച്ചു എന്നുള്ളത് നമ്മൾ ചെയ്ത വലിയൊരു അനുഗ്രഹമാണ്. അവന്റെ വിരുന്നുകാരനായി ഇവിടേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം നമുക്കുണ്ടായതായ ആ അവസ്ഥ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാലും ഇതേ അവസ്ഥയിലും അതേ ബോധത്തിലായി അവിടെ സമയങ്ങൾ ചെലവഴിക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മളിവിടെ വന്നതിന് ശേഷമുള്ള നമ്മളവിടുത്തെ അവസ്ഥ എന്തായിരുന്നു റുജൂഇലുള്ള അതേ അവസ്ഥ തന്നെ ആയിരിക്കണം നാട്ടിലേക്ക് പോയതിനു ശേഷം നമ്മുടെ അവസ്ഥ ഉണ്ടായിരിക്കേണ്ടത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ വിജയിക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടും. നമുക്കുണ്ടായ ഈ അവസ്ഥ നാട്ടിൽ പോയതിനു ശേഷം ഇതേപോലെ തന്നെ ഗഫലത്തില്ലാതെ നമ്മൾ അവിടെ സമയങ്ങൾ ചെലവഴിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദർജകളെ കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കും. നമ്മൾ വന്നു ഹജ്ജിന്റെ എല്ലാ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു. അതിൽ പല വിഷമങ്ങളും പ്രയാസങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടാകാം. നാട്ടിലേക്ക് പോയതിനു ശേഷം ആ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം നമ്മളെ മനസ്സിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടിരിക്കണം. ഇവിടെ എത്ര പൈസ കൊടുത്തു വന്നാലും 10 ലക്ഷം ആയാലും 15 ലക്ഷം കൊടുത്തു വന്നാലും ഹജ്ജിൽ വന്നു കഴിഞ്ഞാൽ വിഷമങ്ങളും പ്രയാസം ഉണ്ടാകാന്നുള്ളത് അത് സാധാരണ ഒരു വിഷയമാണ്. എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രയാസം എന്ന് പറഞ്ഞാൽ തന്നെ ഈ ചൂടാണ്. വലിയ അനുഗ്രഹമാണ് അല്ലാഹു എല്ലാവരെയും സ്നേഹത്തോടുകൂടെ ആഫിയത്തോടുകൂടെ വെച്ചിരുന്നത് തന്നെ അല്ലാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ്. से निकाले अल्लाह का शुक्र अदा करते हुए रहे तो इंशाअल्लाह अल्लाह ताला फिर से मौका अता फरमाएगा. കാഫിയിൽ വന്ന് ഇതിലെന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ ആ പോരായ്മകൾ മനസ്സിൽ ഒഴിവാക്കിക്കൊണ്ടിരുന്നാൽ ഇൻഷാഅല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുന്നതാണ്. വീണ്ടും ഇതേപോലെ വരാനുള്ളതായ ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതാണ്. जब तक हम यहाँ पर है इंशाअल्लाह कोशिश भी करेंगे और तारीफ को ले जाने की. वहाँ से भी हम एहराम बन के आएंगे. अल्लाह ताला हमारे हर अमल को हबीब के सदक़े कबूल फरमाए. इंशाअल्लाह കുറേ ദിവസം കൂടി ഇവിടെ താമസിക്കാൻ കഴിയും. ഇൻഷാഅല്ലാഹ് തായിഫിലേക്കും പോകുന്നുണ്ട്. എത്ര ദിവസം ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ഇൻഷാഅല്ലാഹ് നമ്മൾ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. तकलीफ तो नहीं है आप लोगों को? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? खाने में वगैरह होगी लेकिन ये सब चीज़ों को अपने अंदर से निकालना. ഭക്ഷണത്തിനും മറ്റു കാര്യങ്ങളൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അതൊക്കെ നിങ്ങളെ മനസ്സിൽ നിന്ന് ഒഴിവാക്കണം. में हो या कोई और दूसरा मामला हो अगर हम निकालेंगे तो इंशाअल्लाह हमारे को भी खुशी होगी, अल्लाह को भी खुशी होगी.
ഹിദ്മത്ത് ചെയ്യുന്ന വിഷയത്തിലും പല വിഷയങ്ങളും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിൽ ഒഴിവാക്കണം. അങ്ങനെ നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കും സന്തോഷമാകും, അള്ളാഹു സുബ്ഹാനഹു വ തആലക്കും സന്തോഷമാകും, ഷെയ്ഖുനാക്കും സന്തോഷമാകും, അള്ളാഹുക്കും സന്തോഷമാകും. अल्लाह को फजल है, अल्लाह का शुक्र अदा करते रहो तो इंशाअल्लाह अल्लाह ताला हमसे खुश हो जाएगा. അള്ളാഹുവിന്റെ ഫضലാണ്. അള്ളാഹു ചെയ്ത നിയമത്തിൽ നമ്മൾ ശുക്ർ ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് സന്തോഷിക്കുന്നതാണ്, തൃപ്തിപ്പെടുന്നതാണ്. बयान करने के लिए नहीं बल्कि ऐसे ही मुलाकात अल्लाह ताला की मुलाकात को मद्देनजर कायम बनाए. ആമീൻ ആമീൻ. പ്ലാൻ ചെയ്യാൻ വേണ്ടി വന്നതല്ല, നിങ്ങൾ കാണാൻ വേണ്ടി വന്നതായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ വീണ്ടും വീണ്ടും കാണാനുള്ളതായ ഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് ഷെയ്ഖുനാ തങ്ങൾ പോവാണ്. വീണ്ടും ഷെയ്ഖുനാ തങ്ങളെ പിന്നെ കാണാം ഇൻഷാ അല്ലാഹ്. ആമീൻ 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 ആമീൻ